നമസ്കാരം. കേരള നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും തെളിച്ചമേറിയ നാമധേയങ്ങളിലൊന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ഉയർന്നു വന്ന ദേശീയ നവോത്ഥാനത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്ന ഐത്തമടക്കമുള്ള ജാതി മത ദുരാചാരങ്ങളെയും പലവിധത്തിൽ വെല്ലുവിളിച്ചു. ഫ്യൂഡൽ സാമൂഹിക ബന്ധങ്ങളെയും അവയെ അരക്കെട്ടുറപ്പിക്കുന്ന ജാതി വ്യവസ്ഥയെയും എതിർക്കാതെ പുതിയ സാമൂഹിക വ്യവസ്ഥ സാധ്യമാവുമായിരുന്നില്ല. ചരിത്രപരമായ ഈ പ്രക്രിയക്ക് പ്രചോദനവും നേതൃത്വവും നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രമുഖ സ്ഥാനീയനാണ് നാരായണ ഗുരു. ആ സൗമ്യ ജീവിതം എന്ന പോലെ ലളിത ദർശനങ്ങളിലൂടെ ജാതി വ്യവസ്ഥയുടെ ഇരുണ്ട കോട്ടകളെ തകർത്ത ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്തായൊരു മാനവിക ചിന്തക്ക് വഴി തുറന്നു. ആ ചിന്തയിലൂടെ പിറവിയെടുത്ത പ്രസ്ഥാനമാണ് SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം അവശ സമുദായങ്ങളെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഉദ്ധരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത സംഘടനയുടെ ആദ്യ സെക്രട്ടറി മഹാകവി കുമാരനാശാനായിരുന്നു. പിന്നീട് മൂർക്കോത്ത് കുമാരനും TK മാധവനും C കേശവനുമെല്ലാം ആ പദവി അലങ്കരിച്ചു. കേരളത്തിൽ ജാതീയ ഉച്ചനീചിത്വങ്ങൾക്കെതിരെയും സാമൂഹിക നീതിക്കായും പൊരുതിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ 3 പതിറ്റാണ്ടായി നയിക്കുന്നത് വെള്ളാപ്പള്ളി നരേശനാണ്. പ്രസ്ഥാനത്തിൻ്റെ ഈ മഹച്ചരിത്രത്തെയെല്ലാം നിഷ്പ്രഭമാക്കും വിധമാണ് ഏതാനും കാലമായി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളത്രയും. അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തുരങ്കം വെക്കുന്നതും വലിയ അളവിൽ വിഷലിപ്തമാക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നുമെന്ന് പറയേണ്ടി വരും. 7 വർഷം മുമ്പ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ വലിയ സമരങ്ങൾക്കെതിരായ പ്രതിരോധം എന്ന നിലയിൽ ഇടതുമുന്നണി സർക്കാർ രൂപം നൽകിയ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് വെള്ളാപ്പള്ളി നരേശൻ. കേരളീയ നവോത്ഥാനത്തിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ള വെള്ളാപ്പള്ളി പക്ഷേ ഇപ്പോൾ പൂർണ്ണമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ അതേ വാദങ്ങളാണ്. സമരക്കാർ ആരെന്ന് വേഷം കണ്ടാൽ അറിയാമെന്ന് ഡൽഹി ഷഹീൻബാഗിലെ പൗരത്വ പ്രക്ഷോഭകരെ അപഹസിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു. പ്രക്ഷോഭകരെയും പ്രതിപക്ഷത്തെയും പ്രതിയോഗികളെയും വേഷവും ഭാഷയും നോക്കി വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പ്രയോഗിക്കുന്ന സംഘപരിവാറിൻ്റെ ആ തന്ത്രം പിന്നീടും പല നേതാക്കളിൽ നിന്നായി കേട്ടിട്ടുണ്ട്. കേരളത്തിലും അതുണ്ടായിട്ടുണ്ട്. കാവിപ്പടയുടെ അതേ വിദ്വേഷയുക്തിയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തീവ്രവാദി എന്നായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റു മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആ മാധ്യമപ്രവർത്തകൻ നേരത്തെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ൽ പ്രവർത്തിച്ചു എന്നതാണ്. 2 നാൾ മുമ്പ് മലപ്പുറത്തെ വിദ്വേഷ വർത്തമാനത്തിനിടെ ഇതേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോയതും അത് വലിയ വാർത്തയായി മാറിയതുമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം. പക്ഷേ ആ പ്രകോപനവും സംഘപരിവാറിനെ പോലും തോൽപ്പിക്കും വിധം വെറുപ്പിൻ്റെതായി. ഇതാദ്യമായല്ല വെള്ളാപ്പള്ളി ഇത്തരത്തിൽ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതും ഈ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്നതും കാണേണ്ടതുണ്ട്. മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക വിഭാഗക്കാരുടെ സ്ഥാനവുമാണെന്നായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിലമ്പൂരിൽ ഒരു യോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അവിടെ പിന്നോക്കക്കാർക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്ത് പെട്ടിക്കട പോലും തുറക്കാൻ സമ്മതിക്കില്ലെന്ന് ആലപ്പുഴയിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഇതേ പ്രസ്താവന അദ്ദേഹം പലകുറി ആവർത്തിച്ചിട്ടുമുണ്ട്. മലബാറിൽ തൻ്റെ പ്രസ്ഥാനത്തിന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാത്തതിൻ്റെ പിന്നിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഈ പ്രസ്താവനകളെല്ലാം അടുത്ത കാലം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഏതാനും തീവ്ര ചിന്താഗതിക്കാരും മാത്രമായിരുന്നു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിലെ ചെയർമാൻ ഈ തീവ്രഗതിക്കാരുടെ നാവായി മാറുമ്പോൾ അത് നവോത്ഥാനത്തിൽ നിന്നുള്ള പിന്നടത്തമാണ്. അതിൻ്റെ വഴികളാവട്ടെ അത്യന്തം അപകടകരവും. വെള്ളാപ്പള്ളി നരേശൻ തുടരെ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും എന്തെടുക്കുകയാണെന്ന് ചോദിക്കാതെ വയ്യ. കേരളത്തിൽ വീണ്ടും ഒരു മാറാട് നടപ്പാക്കുകയാണ് ലീഗിൻ്റെ ലക്ഷ്യമെന്നാണ് ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തുമാത്രം അപകടകരമായ പ്രസ്താവനയാണിത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയനും CPM-ഉം പിന്നെയും വെള്ളാപ്പള്ളി സ്തുതിയുമായി മുന്നോട്ട് പോകുന്നത്? ഇടതുപക്ഷത്തെ രണ്ടാം കക്ഷിയായ CPI പോലും വെള്ളാപ്പള്ളിക്കെതിരെ നിൽക്കുമ്പോഴാണ് സർക്കാരിലെ പ്രബലപക്ഷവും ആഭ്യന്തര വകുപ്പും ഈ വിഷനാവിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ഇലക്ഷനെ നേരിടാനുള്ള LDF-ൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ റിഹേഴ്സലാണോ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അത്രമേൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ SNDP-യുടെ അമരക്കാരൻ വിഷലിപ്തമാക്കിയിരിക്കുന്നു. സർക്കാരും ആഭ്യന്തര വകുപ്പും ഇതിന് അറുതിവരുത്തിയേ മതിയാവൂ. തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്കപ്പുറം നവോത്ഥാന കേരളത്തിൻ്റെ കെട്ടുറപ്പും സഹവർത്തിത്വമാണ് പ്രധാനമെന്ന് അധികാരികൾ തിരിച്ചറിഞ്ഞേ പറ്റൂ.